പെസഹ വ്യാഴം ഈശോയുടെ 2 മഹനീയ ഭാവങ്ങളാണ് നാം ഈ ദിനത്തിൽ അനുസ്മരിക്കുക. സ്വയം മുറിച്ചു നൽകാനായി തന്നെ മാറ്റിവെച്ച അവിടുത്തെ ആഴത്തിലുള്ള സ്നേഹവും തീർത്തും നിസ്സാരരായ മനുഷ്യരുടെ പാദം പോലും കഴുകിയ അവിടുത്തെ അഗാധമായ എളിമയും, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരാൽ കീറി മുറിക്കപ്പെട്ട് കുരിശിൽ വേദനിച്ച് പിടയുമ്പോഴും തന്നെ ക്രൂശിച്ചവനെ തൻ്റെ ചങ്കിലെ ചോര കൊണ്ട്, തൻ്റെ തിരുമുറിവ് കൊണ്ട് സുഖപ്പെടുത്തുന്ന ക്രിസ്തു സ്നേഹം. അതേ സ്നേഹമാണ് മുറിവുകളെ തിരുമുറിവുകളാക്കുന്നത്. അങ്ങനെയാണ് ചുങ്കക്കാരനായ മത്തായി അനുതപിച്ച് ക്രിസ്തു ശിഷ്യനായി തീർന്നത്. മഗ്ദലന മറിയം വിശുദ്ധ മഗ്ദലന മറിയമായി തീർന്നതും. അതെ, ദൈവസ്നേഹം പിന്നീട് വിശുദ്ധ കുർബാനയായി മാറി. കാരണം ക്രിസ്തു ഇഷ്ടപ്പെടുന്നത് ഒരു നിമിഷത്തേക്ക് നമ്മോടുകൂടെ ആകാനല്ല, മറിച്ച് ഒരു ആയുസ് മുഴുവൻ, അതിനുമപ്പുറം നിത്യതയോളമാണ്. കൂടെയായിരിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത്. ഒറ്റിക്കൊടുത്തവൻ്റെയും തള്ളിപ്പറഞ്ഞവൻ്റെയും ഉപേക്ഷിച്ചു പോയവൻ്റെയും പാദങ്ങൾ അവൻ കഴുകിയപ്പോൾ അവൻ സ്വീകരിച്ചത് അവരുടെ കുറവുകളും ബലഹീനതകളും അവരുടെ ഹൃദയങ്ങളിലെ കണ്ണീരും നോവുമായിരുന്നു. പ്രിയ ചങ്ങാതി, അകലെയായിരിക്കുന്നവരുടെ വേദനകളെപ്പറ്റി പറയുകയും അവരോട് സഹതപിക്കുകയും നാം ചെയ്യാറുണ്ട്. അത് നല്ലതുമാണ്. എങ്കിലും അതിലും എത്രയോ മഹനീയമാണ് എൻ്റെ അരികിലിരിക്കുന്ന സ്നേഹിതൻ്റെ വേദനകളും കുറവുകളും സ്വീകരിച്ച് അവൻ്റെ ചെളിപുരണ്ട പാദങ്ങൾ കഴുകുക എന്നത്. ഇവിടെയാണ് എളിമയും സ്നേഹവും പരസ്പരം ആശ്ലേഷിക്കുന്നത്. അതാണ് പരിശുദ്ധ കുർബാന. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരുമുറിവുകളോട് ചേർത്ത് പിടിച്ച് എൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റണമേ. ഒപ്പം അപരൻ്റെ പാദം കഴുകി അവനെ സ്വീകരിക്കാൻ, ചെറുതാകാൻ, സ്വയം ചെറുതാകാനുള്ള ആഴത്തിലുള്ള എളിമ എന്നെ അഭ്യസിപ്പിക്കണമേ. അങ്ങനെ അപരന് ജീവൻ നൽകി എൻ്റെ ജീവിതം തന്നെ വിശുദ്ധ കുർബാനയായി മാറ്റാൻ എന്നെ സഹായിക്കണമേ.